ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. ഭഗവാൻ തൻ്റെ ഉപദേശങ്ങൾ തുടരുകയാണ്. കർത്തവ്യമൊന്നുമില്ല, കർമ്മം ചെയ്താലുമായി ചെയ്തില്ലെങ്കിലുമായി. ഇതൊക്കെ ആത്മാരാമനെ യോഗാരൂഢനെ സംബന്ധിക്കുമ്പോൾ ശരി തന്നെ. പക്ഷെ അർജുനൻ ആത്മാരാമനല്ല, ആത്മസന്തുഷ്ടനല്ല. ആവിധമാകാൻ ആഗ്രഹിക്കുന്നവൻ അഥവാ ആരൊരുക്ഷു മാത്രമാണിപ്പോൾ. താദൃശനായ അർജുനൻ എന്തു ചെയ്യണമെന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് നീ കർത്തവ്യമായി വരുന്നതിനെ സ്വന്തം ധർമ്മമെന്ന് കരുതി ഫലാപേക്ഷ കൂടാതെ നിരന്തരമായി ചെയ്യുകയേ വേണ്ടൂ. ഫലാഭിസന്ധി കൂടാത്ത കർമ്മം ബന്ധകാരണമാവുകയില്ല. അങ്ങനെ അനാസക്തനായി കർമ്മം ചെയ്താൽ തീർച്ചയായും മോക്ഷം പ്രാപിക്കും. പ്രവൃത്തിയിൽ കൂടെ നിവൃത്തി രൂപമായി പ്രവൃത്തി. നിഷ്കാമകർമ്മം കൊണ്ട് മോക്ഷം പ്രാപിക്കാമെന്ന മുന്നഭിപ്രായത്തെ ദൃഷ്ടാന്തം കാണിച്ച് സമർത്ഥിക്കുകയാണ് അർജുന. ജനകൻ, അശ്വപതി മുതലായ ജീവൻമുക്തന്മാരെ നീ കേട്ടിരിക്കുമല്ലോ. അവർ ഞാൻ പറഞ്ഞ കർമ്മമാർഗത്തിലൂടെയാണ് ആ സ്ഥിതിയിൽ മോക്ഷപദത്തിൽ എത്തിയത്. മുക്തന്മാരായിട്ടും ജനകാദികൾ ജനഹിതം നോക്കി കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാണെന്നല്ലേ? അവരെ ഉത്തമ ദൃഷ്ടാന്തങ്ങളായി കണ്ട് ജനങ്ങൾ നടക്കാൻ തന്നെ. ആകയാൽ ലോകക്ഷേമത്തെ ലക്ഷ്യമാക്കി കർമ്മം ചെയ്യാൻ നിനക്കും അർഹതയുണ്ട്. നീയും ജനങ്ങൾക്ക് കർമ്മസരണിയിൽ ദൃഷ്ടാന്തമായിരിക്കേണ്ടവനാണ്. ലോകക്ഷേമം ലാക്കാക്കി പ്രവർത്തിക്കേണ്ടത് ഉത്തമന്മാരുടെ കടമയാണെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. യോഗ്യന്മാർ എപ്പോഴും ജനഹിതം നോക്കി വേണം കർമ്മം ചെയ്യാൻ. അറിവുള്ളവരുടെ നടപടിയായിരിക്കും അറിവില്ലാത്തവർ മാതൃകയാക്കുന്നത്. കർമ്മമാർഗത്തിൽ അറിവുള്ളവർ ചെയ്യുന്നതിനെ തന്നെ അറിവില്ലാത്തവരും ചെയ്യും. അഭിജ്ഞന്മാർ പ്രമാണമാക്കുന്നത് അജ്ഞന്മാർക്കും പ്രമാണം തന്നെ. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ നേർവഴിക്ക് പോകത്തക്ക വിധം അവർക്ക് മാതൃകയായി നിന്ന് ഉത്തമന്മാർ കർമ്മം ചെയ്യണം. ജനഹിതം നോക്കി കർമ്മം ചെയ്യേണ്ടത് ജ്ഞാനിയുടെ ധർമ്മമാണ്. ഈ സിദ്ധാന്തപക്ഷത്തെ സമർത്ഥിക്കാൻ സർവേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം കാര്യം തന്നെ ഉദാഹരിക്കുന്നു. എടോ പാർത്ഥ, ഞാൻ ഈശ്വരനാണ്. ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും എൻ്റെ സ്വാധീനത്തിലിരിക്കുന്നു. ഈ സ്ഥിതിയിൽ എനിക്ക് കിട്ടാത്തതോ കിട്ടേണ്ടതോ ആയി ഒരു വസ്തുവുമില്ല. സകലതും എന്നിൽ നിന്നുണ്ടായതും എന്നിലിരിക്കുന്നതും തന്നെ. അപ്പോൾ ഞാൻ കർത്തവ്യം ശേഷിക്കാത്തവനെന്ന് വ്യക്തമല്ലേ? എനിക്കെന്തുണ്ട് ചെയ്യേണ്ടതായിട്ട്? യാതൊന്നുമില്ല. എന്നിട്ടും സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായ കർമ്മങ്ങൾ പലതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ ഈ സാരഥ്യവും എൻ്റെ കർമ്മത്തിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ കർത്തവ്യമൊന്നുമില്ലെങ്കിലും ഞാൻ കർമ്മനിഷ്ഠനായി തന്നെ വർത്തിക്കുകയാണ്. അത് എൻ്റെ ധർമ്മവുമാകുന്നു. കർത്തവ്യമൊന്നുമില്ലെങ്കിലും താൻ കർമ്മനിരതനായിരിക്കുന്നതിൻ്റെ ആവശ്യം ഭഗവാൻ വിശദമാക്കുന്നു. എല്ലാം എൻ്റെ അധീനതയിലായിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലെന്ന് വച്ച് ഞാൻ അലസനായി ഒരു സമയവും ഇരിക്കുകയില്ല. അങ്ങനെ ഇരുന്നു പോയാൽ സകല ജനങ്ങളും എന്നെപ്പോലെ അലസന്മാരായി ഇരുന്നു കളയും. സാധാരണ ജനങ്ങളെ അവരുടെ കർത്തവ്യമാർഗത്തിൽ ഉത്സാഹപൂർവ്വം വ്യാപരിക്കുന്നതിനു വേണ്ടി ഞാൻ കർമ്മം ചെയ്യുകയാണ്. ഭഗവാൻ കർമ്മവിരക്തനായാലത്തെ ഫലം കൂടുതൽ സ്പഷ്ടമാക്കുകയാണ്. പ്രവൃത്തിയൊന്നും ചെയ്യാതെ ഞാൻ ഉദാസീനനായിരുന്നാൽ ഈ ലോകമെല്ലാം നശിച്ചു പോകും. എങ്ങനെയെന്നോ എന്നെ അനുകരിച്ച് ആരുമൊന്നും പ്രവർത്തിക്കാതിരിക്കും. പ്രവൃത്തിയില്ലെങ്കിൽ നാശം നിശ്ചയമല്ലേ? പ്രവൃത്തിയില്ലായ്മയിൽ നിന്നും വലുതായ കുഴപ്പങ്ങളുണ്ടാകും. ഒന്നിനും വ്യവസ്ഥയില്ലാതായിത്തീരും. ആ സ്ഥിതിയിൽ ജനങ്ങൾ നാശമടയും. ഇതിനെല്ലാം കാരണം ഞാനാണെന്ന് വരികയും ചെയ്യും. ഇപ്രകാരം സംഭവിക്കാതിരിക്കാൻ ലോകം വ്യവസ്ഥിതമായി നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. ജ്ഞാനിയുടെ കർമ്മപരമായ ശുഷ്കാന്തി എങ്ങനെയായിരിക്കണമെന്ന് ഭഗവാൻ വിശദമാക്കുന്നു. അർജുന, കർമ്മഫലത്തിൽ ശക്തിമത്തായ ആഗ്രഹമുള്ളവരാണ് അജ്ഞാനികൾ. ആ പ്രേരണയ്ക്ക് അധീനരായി അവർ ഏറ്റവും ശുഷ്കാന്തിയോടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ജാഗ്രത വച്ച് ജ്ഞാനിയും കർമ്മം ചെയ്യണം. എന്നാൽ ഫലവിഷയത്തിൽ അജ്ഞന്റെ മനോവൃത്തി ഉണ്ടാകരുത്. ജ്ഞാനിക്ക് ലോകം തന്നെ കണ്ട് നല്ല മാർഗത്തിൽ നന്നായി വരണമെന്ന് ആഗ്രഹിച്ചു വേണം ജ്ഞാനി കർമ്മം ചെയ്യാൻ. അജ്ഞന്റെ കർമ്മലക്ഷ്യം സ്വാർത്ഥതയാണ്, ജ്ഞാനിയുടേത് പരാർത്ഥതയും. എന്നാൽ സ്വാർത്ഥ കർമ്മത്തിൽ അജ്ഞൻ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അതേ തൂക്കത്തിൽ തന്നെ ജ്ഞാനിയും പരാർത്ഥ കർമ്മത്തിൽ ശ്രദ്ധിക്കണം. ആത്മജ്ഞാനി സമഭാവനയോടെ കർമ്മം ചെയ്യണം. അജ്ഞൻ സ്വാർത്ഥപരമായി കർമ്മം ചെയ്യുന്നവരാണ്. ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അവനൊരു വിശ്വാസബുദ്ധി കാണും. അത് തത്വത്തിൻ്റെ പേരിൽ ഒരു വേള തെറ്റായിരിക്കാം. എന്നാലും അജ്ഞനെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത വിശ്വാസബുദ്ധി ശരിയായിരിക്കും. അവൻ അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുകയാണ്.
ആത്മജ്ഞാനിയാകട്ടെ അജ്ഞന്റെ താദൃശമായ വിശ്വാസബുദ്ധിക്ക് ഉലച്ചിലുണ്ടാക്കരുത്. എന്നെപ്പോലെ ലോകാർത്ഥമായി പ്രവർത്തിക്കുക, സ്വാർത്ഥമായൊന്നും ചെയ്യരുത്, പാപമാണ്. ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് ജ്ഞാനി അജ്ഞന്റെ കർമ്മഫല വിഷയകമായ വിശ്വാസബുദ്ധിയെ ഭേദിപ്പിക്കരുത്. അപ്രകാരം ചെയ്താൽ എന്തു വരുമെന്നോ, അജ്ഞൻ ഒന്നുകിൽ അവന് വിശ്വാസമുള്ള കർമ്മപദ്ധതി വിട്ടുകളയും, അല്ലെങ്കിൽ ക്ഷുബ്ധനായി ഭയങ്കര വിപ്ലവത്തിന് വഴിതെളിക്കും. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനി അജ്ഞന്റെ എല്ലാ കർമ്മങ്ങളെയും തൽക്കാലം മാനിക്കണം. ക്രമത്തിൽ തന്നെ ജ്ഞാനിയെ മാതൃകയാക്കി അജ്ഞൻ പ്രവർത്തിച്ച് കർമ്മത്തിന്റെ നേരായ മാർഗത്തിൽ എത്തിക്കൊള്ളും. ലോകത്ത് യഥാർത്ഥ ജ്ഞാനികൾ തീരെ കുറച്ചു മാത്രം, അജ്ഞാനികൾ വളരെ കൂടുതലും. ഫലകാംക്ഷയോടെ കർമ്മം ചെയ്യുന്ന അജ്ഞാനികൾ കോടിക്കണക്കിനുണ്ട്. നിഷ്കാമകർമ്മം ചെയ്യുന്ന ജ്ഞാനികളാകട്ടെ കുറച്ചേയുള്ളൂ. ഈ സ്ഥിതിക്ക് ജ്ഞാനികൾ സാധാരണക്കാരായ അജ്ഞന്മാരെ മാനസാന്തരപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെ കരുതലോടെ പെരുമാറണം. ക്ഷണം കൊണ്ടെല്ലാം നേരെയാക്കാൻ ഒരുങ്ങരുത്. അതിൻ്റെ ഫലം ആപത്തായിരിക്കും. അജ്ഞലോകത്തോട് എത്രയും ചേർന്ന് നിന്ന് വേണം ജ്ഞാനി ആദ്യമായി പ്രവർത്തിക്കാൻ. ക്രമം കൊണ്ട് അവരെ തൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. തങ്ങളോട് അനുകൂലമുണ്ടെന്ന് കാണുമ്പോൾ അജ്ഞന്മാർ താനെ തന്നെ ജ്ഞാനിയെ അനുസരിച്ചുകൊള്ളും. ആ സന്ദർഭത്തെ ജ്ഞാനി നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ഭഗവാന്റെ ഈ ഉപദേശം ലൗകികവും ആധ്യാത്മികവുമായ ഏത് വിഷയത്തിലും വിലപ്പെട്ടത് തന്നെ.